എനിക്ക് ഒന്നും ഒരു എഫേർട്ടും വെറുതെ ആവില്ല മനസ്സിലായി. നമ്മുടെ ലാബിന് എന്താ പ്രത്യേകത? ഇത് നല്ല ലാബാണോ? അതെയോ? ആ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ്, ഭയങ്കര ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു. ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ലാബാ ബെറ്റർ. കൂടി പിന്നെ ചോദ്യമായി ആക്സസ് ചോദിച്ചത് എക്സ്ട്രാ ആയിട്ട് കയാജിന്റെ പ്രോട്ടോകോള്, പിന്നെ എന്തൊരു ചോദിച്ചേ ഈ മൾട്ടിപ്ലെക്സ് നിങ്ങൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്തത്, ഞാനത് മൊത്തം പറഞ്ഞപ്പോ കയാജിന്റെ പ്രോട്ടോകോൾ അവർ ശരിക്കും ഉദ്ദേശിച്ചത് നമ്മളിപ്പോഴും കിറ്റിന് ഭയങ്കര വില. ഒരു കിറ്റ് ഇപ്പോഴും ചോദിക്കും നിങ്ങൾ ഏത് കിറ്റ് യൂസ് ചെയ്ത, ഇതിനേത് കിറ്റ് അതിനേത് കിറ്റ്. ഞാൻ പറഞ്ഞു ഒന്നും കിട്ടിയില്ലേ ഞങ്ങള് ഏറ്റവും കുറവ് കോൺസെൻട്രേഷനിൽ ഞങ്ങൾ ടക്കാരെടുക്കും. ടക്കാരെടുത്ത് കൺഫേം ആ കിട്ടി. പിന്നെ മീൻസ് നിങ്ങൾ നമ്മൾ ക്യൂബിറ്റിൽ നോക്കുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ എന്താ ചെയ്യുക, സാമ്പിൾ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും വെറുതെ പോയി തോന്നി എനിക്ക്. ആദ്യം മീൻസ് ഒരു ടൈമിലിടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നില്ലേ. ജെല്ല അപ്പൊ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നവർക്കൊക്കെ ഒരു ജോലി കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമോ? കുറച്ചധികം നാൾ നിന്നും കിട്ടിയ അനുഭവത്തിൽ ഞാൻ പറയാം. നമ്മളോട് കേൾക്കുമ്പോൾ ഇവിടെ ഒരു കുറേ കാര്യങ്ങൾ ഇടയിലിടയിൽ പറയണ്ടാവും. ചിലത് നമ്മൾ കേൾക്കും, ചിലത് നമ്മൾ വീഴുകയും കേട്ടെന്ന് വരുത്തുന്നുണ്ടാകും. അപ്പൊ നമ്മൾ കേൾക്കും എന്റെ ആവശ്യമില്ല, നമുക്ക് അത് ടീച്ചറിയത് ഞാൻ പറയുന്നു. പക്ഷേ ഇത് ആവശ്യം വരും. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. ഞാനിവിടെ കുറച്ചെടുക്കും ജലനാണെന്ന് വേറൊരു എംപ്ലോയി കണ്ടുണ്ടായി. അവളിങ്ങനെ കേൾക്കും കുഴപ്പമില്ല. ഞാൻ ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കും. അവസാനം ഞാൻ പിന്നെ ബുക്ക് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് രാത്രി ഞാൻ കൊച്ചിനെ വെച്ചോണ്ടിരുന്നിട്ട് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഒരു അറിവും സിമ്പിളല്ല. ഇവിടെ ആ വായന എന്തെങ്കിലും വന്നാലും ഈ വായന എന്തെങ്കിലും വന്നാലും ഗാഡി എടുക്കാം, എഴുതി വയ്ക്കുക, ആവശ്യം വരും.